മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയെ സുരക്ഷിതമായി ലേഖയുടെ വീട്ടിലെത്തിക്കുന്നു നമ്മുടെ മാർക്കോയും ലോപ്പസും. ശേഷം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോയി കണ്ണനെ നേരിട്ട് കണ്ട് ഇനി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്ലാൻ തയ്യാറാക്കുന്നു. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് തൻ്റെ പ്ലാൻ? താൻ തീരുമാനിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നാണ് ഞാനും അനന്തവും വിചാരിക്കുന്നത്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, കള്ളപ്പെണ്ണ് കേസി എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയപ്പോൾ തന്നെ ഞാൻ ആ മേഘനെ നോട്ടം ഇട്ട് വെച്ചിരുന്നത് എൻ്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം അവൻ പിന്നെ നൂന്ന് നിൽക്കത്തില്ലായിരുന്നു. ഒരു ചെറിയ സാമ്പിൾ ഡോസ് കൊടുത്തു എന്നതിനപ്പുറം മേഘൻ്റെ കണക്ക് തീർക്കാതെ പെൻഡിങ്ങിൽ കിടക്കുവാണ്. അതിൻ്റെ വിഷമം എനിക്കുണ്ട് താനും. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ ഈ ഇഷ്യൂവും കൂടി ചേർത്ത് നല്ലൊരു പ്ലാൻ അവന് വേണ്ടിയിട്ട് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അതായത് മഹാലക്ഷ്മി മരിച്ചു എന്നല്ലേ അവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതേ തുടർന്ന് തന്നെ എനിക്ക് അവൻ്റെയും ആ പ്രതാപൻ്റെയും സമാധാനം കെടുത്തണം എന്നൊക്കെ പറയുന്നു. അന്നേരം അനന്തു പറയുന്നുണ്ട്, ഇത് എത്രാമത്തെ തവണയാണ് നിന്നെയും മഹാലക്ഷ്മിയും കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ കണ്ണനും പറയുന്നുണ്ട്, ശരിയാ, ഇനി അവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ മാർക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും കൊടുക്കണം. മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടേക്കണം. അവിടുത്തെ SI എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അതുകൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ വിളിച്ചറിയിച്ചേക്കാം. ഒരു പരാതി കൊടുത്താൽ മാത്രം മതിയാകും എന്നൊക്കെ മാർക്കോയും പറയുന്നു. അതേസമയം മാർക്കോ നേരിട്ട് തന്നെ സ്റ്റേഷനിൽ പോയി SIയെ കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതേസമയം കണ്ണൻ കോള് വിളിച്ച് പറയുന്നുണ്ട്, ഇതുപോലെ തങ്ങൾക്കൊരു പരാതി നൽകാനുണ്ട്. മഹാലക്ഷ്മി എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ കാണുവാനില്ല എന്ന പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. മാർക്കോ എല്ലാ കാര്യങ്ങളും അറിയിക്കും. അന്നേരം SI പറയുന്നുണ്ട്, മാർക്കോ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. കണ്ണൻ ആരെയൊക്കെയാണ് സംശയമുള്ളവരുടെ ലിസ്റ്റ് പറഞ്ഞെന്ന് അവരെ ഒന്ന് ചോദ്യം ചെയ്യാമായിരുന്നു എന്നൊക്കെ SIയും പറയുന്നു. അങ്ങനെ കണ്ണൻ തനിക്ക് സംശയമുള്ള പ്രതാപനെയും മേഘനാഥനെയും വാമദേവനെയും ദുർഗയെയും ഉണ്ണിയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാറ് വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ ഞാൻ നോക്കിക്കൊള്ളാം. മാർക്കോ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ പ്രതാപനെയും മേഘനാഥനെയും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇത് ഒരുപാട് തവണയായി ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് അവരെല്ലാം ചട്ടം കെട്ടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വിരട്ടിയും വിട്ടേക്കണം. മാത്രമല്ല മഹാലക്ഷ്മിയെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു ഗോഡൗണിലാക്കി അവളെ കൊന്ന് ചിതയൊരുക്കി കത്തിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോയൊക്കെ മാർക്കോയുടെ കയ്യിലുണ്ട്. ആ മേഘനാഥനും പ്രതാപനും കൂടി ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. അപ്പോൾ ആ വീഡിയോയും കൂടി കാണിച്ച് വേണം ചോദ്യം ചെയ്യാൻ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. സാറിനെയോ മേഡത്തിനെയോ ഇനി മേലി അപായപ്പെടുത്തണം എന്ന് പോലും ചിന്തിക്കാത്ത രൂപത്തിൽ അവരെ വിരട്ടി നിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മാത്രമല്ല മാർക്കോയുടെ കയ്യിൽ നിന്ന് വീഡിയോയും മേടിച്ച് ആ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ മാർക്കോയോട് പറയുന്നുണ്ട്, തൻ്റെ ഫോണിലുള്ള ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരണം. അതുപ്രകാരം മാർക്കോ ആ വീഡിയോ ഒക്കെ കൊടുക്കുന്നു. ആ വീഡിയോ കാണുന്ന ഓഫീസറിന് കാര്യത്തിൻ്റെ ഗൗരവം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാകുന്നു. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ചിതയൊരുക്കി ആരും അറിയാതെ രഹസ്യമായിട്ട് കത്തിച്ച് കളയാനുള്ള ആ ഒരു മനക്കരുത്ത്, ഇവന്മാർ നിസ്സാരക്കാരല്ല, ഒന്നാന്തരം ക്രിമിനലുകളാണ്. എന്തായാലും ഇവന്മാർക്കിട്ടൊരു പണി കൊടുത്തിട്ടേ ഉള്ള കാര്യം എന്നൊക്കെ ചിന്തിക്കുന്നു. അങ്ങനെ പോലീസ് ആദ്യം തന്നെ മേഘൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. മേഘൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മഞ്ജു ആണ് ഡോറ് തുറക്കുന്നത്. മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, മേഘനാഥൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് ഇതാണോ? അതെ. മേഘ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, മുകളിലത്തെ നിലയിലാണ്, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് മഞ്ജു പോയി അയാളെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പം പോലീസ് വന്നിരിക്കുന്നു എന്ന് കേട്ട് മേഘനൊന്ന് പേടിക്കുന്നുണ്ട്. എങ്കിലും ധൈര്യം സംഭരിച്ച് താഴേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ സാർ, മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി അറിയാമോ? അറിയാം, കമലേശ്വരം വീട്ടിൽ എൻ്റെ അപ്പച്ചിയുടെ മരുമോളാണ്. എന്താ സാർ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, ഇന്നലെ ഉച്ച മുതൽ മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാനില്ല. നിങ്ങളുടെയൊക്കെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കതിലെന്തോ പങ്കുണ്ടെന്ന് മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള കണ്ണൻ സാർ, അതായത് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MDക്ക് സംശയമുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങളുടെയും പ്രതാപൻ്റെയും പേരിൽ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മേഘനാഥൻ എടുത്ത വായിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന കണ്ണന് എന്നോടൊരു വിരോധമുണ്ട്. കാരണം എൻ്റെ അപ്പച്ചിയുടെ മകളെ, അതായത് കണ്ണൻ്റെ സഹോദരിയെ ഞാൻ കല്യാണം കഴിച്ചതിൽ അവന് ഇഷ്ടമല്ലായിരുന്നു. മറ്റൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരുന്നു ഇഷ്ടം. എന്നാൽ മഞ്ജുവിന് എന്നെ മതിയെന്നുള്ള വാശിയിൽ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ അവൻ ഞങ്ങളുടെ കല്യാണത്തിന് പങ്കെടുക്കുകയോ ഇന്ന് വരെ സഹോദരിയായ മഞ്ജുവിനെയോ ഞങ്ങളുടെ വീട്ടിലേക്കോ വരിക പോലും ചെയ്തിട്ടില്ല. ആ ഒരു ദേഷ്യത്തിനാണ് കള്ളപ്പരാതി തന്നിരിക്കുന്നത്. ഈ മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സ്വഭാവം അത്ര ശരിയല്ല. അവൾക്ക് സുരേഷ് എന്ന് പറയുന്ന ആ ഡ്രൈവറുമായിട്ട് ഭയങ്കര അടുപ്പമുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കണ്ണൻ മാത്രം അതൊന്നും വിശ്വസിക്കില്ല. കാരണം
വീൽ ചെയറിലിരിക്കുന്നവനായതുകൊണ്ട് പെണ്ണ് കിട്ടാൻ വളരെ പാടുപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അവൻ വിശ്വസിക്കില്ല. കാരണം അവൾ അവനെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ള പേടി അവനുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ സാറിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അന്ന് കമ്പനിയിൽ നിന്ന് പോയ മഹാലക്ഷ്മി ആരോടൊപ്പമാണ് പോയെന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതേസമയം പോലീസ് ഓഫീസർ മാർക്കോ അയച്ചു കൊടുത്ത ആ വീഡിയോ ദൃശ്യം മേഘനെ കാണിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് തൻ്റെ അഭിപ്രായം എന്തുവാ? മഹാലക്ഷ്മിയെ കാണാതായ അന്ന് രാത്രി തന്നെയാണ് നിങ്ങളും പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടി ചേർന്ന് ഒരു ഗോഡൗണിന് ചുറ്റും കുറേ ഗുണ്ടകളുമായി ചേർന്ന് ചിതയൊരുക്കി ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കത്തിച്ചിരിക്കുന്നത്. അത് മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും സംശയമുണ്ട്. അതുകൊണ്ട് ഉരുണ്ട് കളിക്കാനൊന്നും നോക്കണ്ട. ഇല്ലാ കഥ പറയാതെ സത്യം എന്താണെന്ന് തുറന്നു പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ചുമ്മാ തടി കേടാവേണ്ടി വരും എന്നൊക്കെ പറയുന്നു. അതേസമയം മേഘൻ ആകെ അങ്ങ് ഷോക്കാവുന്നു. ചിത കത്തിത്തീരും വരെ മേഘനും പ്രതാപനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ ആരാണ് എടുത്തതെന്നുള്ള കാര്യം അവർക്കറിയാൻ വയ്യ. ഇനി ഗുണ്ടകൾ എടുത്ത വീഡിയോ മറ്റാർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തതായിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനിൽ അന്തിച്ച് നോക്കി നിൽക്കുന്ന സമയത്ത് ഓഫീസർ പറയുന്നുണ്ട്, തന്നെ ഇങ്ങനെയൊന്നും ചോദ്യം ചെയ്താൽ താനൊരു സത്യം തുറന്നു പറയുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനെ ജീപ്പിലേക്ക് കയറ്റുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് മഞ്ജുവിന് ആകെ അങ്ങ് സന്തോഷമായിട്ട് വയ്യ. തന്നോട് ചെയ്ത ക്രൂരതയ്ക്കും മഹാലക്ഷ്മിയോട് ചെയ്ത ക്രൂരതയ്ക്കും അയാൾക്ക് തക്ക ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിൽ ആശ്വസിക്കുന്ന സമയത്ത് സീമന്തിനിയമ്മയും വാമദേവനും പറയുന്നുണ്ട്, ഇല്ല സാർ, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതാരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് സാറിനെ. എൻ്റെ മോൻ അങ്ങനത്തെ ഒരാളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഇയാളെ മാത്രമല്ല, ഈ വീഡിയോയിൽ കാണുന്ന ഒരുത്തനും കൂടി ഉണ്ടല്ലോ പ്രതാപൻ എന്ന് പറയുന്നത്, അവൻ്റെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത്. അവനെയും കൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. രണ്ടുപേരെയും കൂടി ഇരുത്തി വേണം ചോദ്യം ചെയ്യാനെന്നൊക്കെ പറയുന്നു. ശേഷം പ്രതാപൻ്റെ വീട്ടിലേക്ക് മേഘനയും കൊണ്ട് പോകുന്നു പോലീസ്. അതേസമയം ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പോലും മഞ്ജുവിന് യാതൊരു വിഷമവും ഇല്ലെന്ന് മേഘനും സീമന്തിനിയമ്മയ്ക്കും വാമദേവനും മനസ്സിലാവുന്നുണ്ട്. അത് സീമന്തിനിയമ്മയെ ചൊടിപ്പിക്കുന്നു. അതേസമയം വാമദേവൻ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പ്രതാപനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ ആകെ ഷോക്കായി ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പോലീസ് ഇനി തന്നെ തിരക്കിയാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി ആദ്യം ഇവിടുന്ന് മാറി നിന്നാലോ എന്ന് വിചാരിക്കുന്നു. പിന്നീട് തോന്നുന്നു താൻ മാറി നിന്നാൽ ഉറപ്പായിട്ടും അവർക്കൊക്കെ സംശയം കൂടത്തേ ഉള്ളൂ, താനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം. അതുകൊണ്ട് തൽക്കാലം പോലീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യലിന് നിന്ന് കൊടുക്കാമെന്ന് തന്നെ പ്രതാപൻ തീരുമാനിക്കുന്നു. എന്നാലും ആ വീഡിയോ ദൃശ്യങ്ങൾ ആരായിരിക്കും ഷൂട്ട് ചെയ്ത് പോലീസിന് കൊടുത്തേ എന്നുള്ള കാര്യത്തിൽ പ്രതാപൻ അങ്ങ് ടെൻഷൻ അടിക്കുന്നു. ഇനി മാർക്കോയെ പോലെ ഈ ഗുണ്ടകളും തങ്ങളെ ഒറ്റിക്കൊടുത്തോ എന്നുള്ള കാര്യത്തിലൊക്കെ പ്രതാപനും സംശയം തോന്നുന്നു. അതേസമയം വാമദേവൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോടെ പ്രതാപൻ പറയുന്നുണ്ട്. ഇതുപോലെ മേഘൻ്റെ വീട്ടിൽ പോലീസ് തിരക്കി ചെന്നിരുന്നു. ആരോ വീഡിയോ ഷൂട്ട് ചെയ്ത് പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്നെയും അവനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് വന്നിരിക്കുന്നത്. മാത്രമല്ല ആ കണ്ണൻ ഞങ്ങൾക്കെതിരെയാണ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്ക് ആകെ അങ്ങ് ടെൻഷനും വിഷമവും ഒക്കെ ആകുന്നു. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.